ഫ്ലാഷ് ബാക്ക്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഈ മഹാഭാരതം സീരിയലില് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഐറ്റം, വേറെ ഉണ്ട്, കാണിക്കാം. വൃത്തിയിട്ടോനെ നീ എന്ത് തെണ്ടിത്തരവ് കാണിച്ചു? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. എങ്ങോട്ടേ കാണാവൂ? ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരടിപൊളി സ്ഥലമുണ്ട്. എന്താ? ഞാൻ ബിജു പോലീസ് ടൗൺ എസ് ആണ്. ഒരു പരാതി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിന് ഞാൻ കുറച്ചു മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പൊ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത്? ഞാനിവിടെയൊക്കെ പോകും, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിർവാ വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ എന്റെ വണ്ടി വന്നോളാം. നന്നായിട്ട് പഠിക്കണേ. സംഭവം എനിക്ക് പള്ളിയതാ. ആ സാധനത്തിന്റെ കൂടെ കളിക്കണേ ഞാനും ഓർത്തില്ല. ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന് ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാനസികമായി ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. എടിതെന്റെ അഭിമാന പ്രശ്നമാടാ. അവള് നേരിട്ട് വെല്ലുവിളിച്ചേക്കണേണ്. ആത്മാഭിമാന സീരിയലിലെ വിളിക്കുന്ന ഒരു മച്ചാനാണ് ഞാൻ. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. അയ്യോ, ഗപ്പായിട്ടാണ് വരും. ഗപ്പ്. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ കളിക്കുന്നില്ല, നിർത്തി. കളി മുടങ്ങാതെ നടന്നോട്ടെ. രാത്രിയാണോ അധികം കളി? രാത്രി 12 മണിക്ക് 1 മണിക്ക്. രാത്രി 12 മണിക്ക് 1 മണിക്ക്. അപ്പൊ ഉറക്കൊന്നുമില്ലേ? എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? നന്നായി ഓടുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചൊരു ഓട്ടക്കാരിയാണെന്ന്. എല്ലാം ഉണ്ടല്ലേ, ഒരു വലിക്കുള്ള എല്ലാ സാധനം കഴിഞ്ഞു. കൈയൊക്കെ നല്ല ടൈം പാടില്ല, കാര്യങ്ങളൊക്കെ നടക്കണില്ലേ? ആണല്ലോ. ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല. സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് ട്ടോ മോനെ. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം.